കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ഈ റെസിപ്പിക്ക് ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇനി ഞാൻ എരിവിന് ആവശ്യമായ 2 പച്ചമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. ഇപ്പം ഞാൻ സവാളൻ്റെ ഒരു അരമുറിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ സവാള ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് പൊടിയായിട്ട് അരിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ സവാളയൊക്കെ നന്നായി അരിഞ്ഞെടുത്തതിന് ശേഷം ഞാൻ കുറച്ച് കരിവേപ്പിലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും നന്നായിട്ട് ചെറുതായി തന്നെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. നമ്മളിത് അടുപ്പിൽ വേവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റാണ് നമ്മളുടെ ഈ റെസിപ്പി. ഉറപ്പായിട്ടും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനി നമുക്കിതിലേക്ക് കടുകൊന്ന് വറുത്തിടാം. അതിനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടും പൊട്ടിയതിന് ശേഷം ചെറിയുള്ളിയാണ് ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത്. ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഒരു ഉണക്കമുളകും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം ഇത് നമുക്ക് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് മാങ്ങ പച്ചടി എന്നും പറയാം. കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റിയാണെന്ന്. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക.